ദീപാരാധന കഴിഞ്ഞ് ഇവിടുത്തെ ഏതാണ്ട് സന്നിധാനത്തെ വിളക്കുകളൊക്കെ പതുക്കെ അണയ്ക്കുകയാണ്. അതായത് പൊന്നമ്പലമേട്ടിലെ ജ്യോതി വളരെ കൃത്യമായി ഭക്തർക്ക് കാണുന്നതിന് വേണ്ടി ഉള്ള അവസരമൊരുക്കുകയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, ദീപാരാധനയും പൂർത്തിയായി, തിരുവാഭരണം അണിഞ്ഞ അയ്യപ്പന്റെ ദർശനവും പൂർത്തിയായി. ഇനിയുള്ളത് ഭക്തർക്ക് വേണ്ടി ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്നും ശരണം വിളികൾ മാത്രമാണ് മുഴങ്ങുന്നത്. ആദ്യവട്ടം കാണാൻ കഴിയുമോ? അതല്ല, വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അത്രയധികം ദൂരെയാണ് പൊന്നമ്പലമേടുള്ളത്. അയ്യപ്പന്റെ ഈ പൊന്ന അമ്പലത്തിന് നേരെ കിഴക്ക് ഭാഗത്താണ് പൊന്നമ്പലമേടുള്ളത്. ഈ സന്നിധാനത്ത് തിരുമുറ്റത്ത് നിന്നാൽ പലയിടത്ത് ഈ പൊന്നമ്പലമേട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് പാണ്ഡിത്താവളത്തിൽ നിന്ന് അത് ആദ്യമായി ശരണം വിളികൾക്ക് ഫലം നൽകിക്കുന്ന പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ ദർശനം പൂർത്തിയായിരിക്കുന്നു. മകരജ്യോതി അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാം വട്ടം കാണാൻ കഴിയാത്തവർ വീണ്ടും പൊന്നമ്പലമേട് എവിടെയെന്ന് ഒന്നുകൂടി നോക്കി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ കാത്തിരിപ്പിനൊടുവിൽ തൊട്ട് പൊന്നമ്പലമേട്ടിൽ രണ്ടാം തവണയും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനമുണ്ട്. ആ പൊന്നമ്പലമേടിന്റെ മുകൾ ഭാഗത്ത് തന്നെ മകരനക്ഷത്രവുമുണ്ട്. മകരനക്ഷത്രത്തിന്റെ കാഴ്ചയും നമുക്ക് ഈ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയും. അതാണ് മനോഹരമായ കാഴ്ച. ഭക്തിയുടെ വലിയ പാരമ്പര്യത്തിലേക്ക് ഈ ഭക്തലക്ഷങ്ങൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ കാണാത്തവർക്ക് ഇനി ഒരു അവസരം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവസാന വട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണുള്ളത്. ഈ വർഷത്തെ മകരജ്യോതി ദർശനം ഏറ്റവും അവസാന വട്ടം, മൂന്നാം വട്ടവും മകരജ്യോതി ദർശനം നടന്നിരിക്കുന്നു. ഈ ശബരിമല സന്നിധാനത്തിന് കിഴക്കങ്ങ് പൊന്നമ്പലമേട്ടിൽ ഭംഗിയായുള്ള കാത്തിരിപ്പ്. ശരണം വിളികളാൽ മുഖരിതമാണ് ഈ സന്നിധാനം. വലിയ ആവേശത്തിന്റെ പാരമ്പര്യയിലാണ് ഈ സന്നിധാനമുള്ളത്. ഇനിയുള്ളത് ഈ തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ്. അനുമോദം മകരജ്യോതി